സ്വാമി ശരണം. പ്രിയപ്പെട്ട അയ്യപ്പ ഭക്തന്മാരെ, സനാതനധർമ്മ വിശ്വാസികളെ, മാലോകരെ, നിങ്ങൾ അറിഞ്ഞു കാണുമോ ശബരിമലയിലെ പുതിയൊരു ആധ്യാത്മിക കച്ചവട തന്ത്രത്തെപ്പറ്റി? അയ്യപ്പ സ്വാമിയെ ഉപയോഗിച്ച സാമ്പത്തിക പരാധീനത മാറ്റിയെടുക്കാനുള്ള ദേവസ്വം ഏമാന്മാരുടെ വൻ ആലോചനയുടെ ഫലമായിട്ടുള്ള പുതിയൊരു വഴിപാട് ആചാരമാണ് ശബരിമലയിൽ തുടങ്ങാൻ പോകുന്നത്. ശബരിമല അയ്യപ്പ സ്വാമിയെ ചാർത്തുന്ന തങ്കയങ്കി സാധാരണ ദിവസങ്ങളിൽ ചാർത്താറില്ല എന്നുള്ളത് ഏവർക്കും അറിയാമല്ലോ. അത് ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ച് വിശേഷ ദിവസങ്ങളിൽ ചാർത്തുക എന്നതാണ് നാളിതുവരെയുള്ള രീതി. എന്നാൽ ആ രീതി മാറാൻ പോകുകയാണ്. ഇനി മുതൽ ഏതു ഭക്തനും 15,000 രൂപ ദേവസ്വത്തിൽ അടച്ച ശേഷം ഏത് ദിവസവും ഉച്ചപൂജ സമയത്ത് തങ്കയങ്കി അയ്യപ്പ സ്വാമിയെ ചാർത്തിക്കാമെന്നും അങ്ങനെ വഴിപാട് നടത്തുന്ന പണമുള്ള ഭക്തനും അദ്ദേഹത്തോടൊപ്പം 3 അനുചരന്മാർക്കും VIP ദർശനം നടത്താമെന്നുമാണ് ദേവസ്വം ബോർഡ് പുറത്തിറക്കിയ ഒരു വഴിപാട് ഇൻഡാസ്. ശബരിമലയിൽ തേങ്ങ ഉരുട്ടണോ, എവിടെ ഉരുട്ടണം തുടങ്ങി സർവ ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യങ്ങളിലും താന്ത്രികമായോ മാന്ത്രികമായോ അഭിപ്രായം പറയുന്ന തന്ത്രി അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞുവോ എന്തോ? ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട എന്തു പുതിയ പരിഷ്കാരവും ദേവഹിതം നോക്കാതെ നടത്തിയാൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്നായിരിക്കും ഇവരുടെയൊക്കെ ധാരണ എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഈ പുതിയ ആരാധനാ രീതിയെ പറ്റി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് അറിഞ്ഞോ എന്നുള്ളതാണ് ഇന്ന് സാധാരണ ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു പ്രധാന ചോദ്യം. അതോ ആരോടും ചോദിക്കാതെ ദേവസ്വം ബോർഡ് നേരിട്ട് ഭസ്മക്കുളത്തിന്റെ കാര്യത്തിലെടുത്ത തീരുമാനം പോലെ ഒരു തീരുമാനമാണോ ഈ തങ്കയങ്കി ചാർത്തൽ വഴിപാട് എന്നും അറിയാൻ ഭക്തന് താല്പര്യമുണ്ട് കേട്ടോ. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഹിന്ദു ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് ഏത് തീരുമാനങ്ങളും ആർക്കു വേണമെങ്കിലും ഏത് സമയത്തും എടുക്കാമെന്നുള്ള വളരെ വലിയ ഒരു സന്ദേശം സനാതനധർമ്മ വിശ്വാസികൾക്ക് പകർന്നു നൽകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യം തന്നെയാണ്. കച്ചവട താല്പര്യവുമായി ബന്ധപ്പെടുത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഓരോ ദിവസവും ഓരോരോ ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസ പ്രമാണങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതിൻ്റെ അവസാന തെളിവാണ് ശബരിമലയിലെ കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച പുതിയൊരു ഉത്തരവ്. ശബരിമല അയ്യപ്പസ്വാമിയെ തങ്കയങ്കി ചാർത്താനുള്ള അവകാശം 15,000 രൂപയ്ക്ക് ഭക്തന്മാർക്ക് വിറ്റ ഒരു നടപടി തീർത്തും അപലപനീയമാണ്. 15,000 രൂപ മുടക്കി ഏത് ഭക്തനും ഏത് ദിവസം വേണമെങ്കിലും അയ്യപ്പസ്വാമിയെ തങ്കയങ്കി ചാർത്താമെന്നും ആ അയ്യപ്പ ഭക്തനും അദ്ദേഹത്തിനോടൊപ്പം വരുന്ന 3 വ്യക്തികൾക്കും VIP ദർശനം നടത്തുമെന്നുള്ളതാണ് ആ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവിൻ്റെ മറവിലുള്ള പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, തന്ത്രിയും ദേവസ്വം ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചുമൊക്കെ ഓരോ ദിവസവും ഓരോ രീതിയിൽ ഹിന്ദുമതത്തിനെ പറ്റിയുള്ള വ്യാഖ്യാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. തീർത്തും അപലപനീയമായ കാര്യമാണ് ഇത്തരത്തിലുള്ള പുതിയ ആചാരാനുഷ്ഠാനങ്ങളും പുതിയ വിശ്വാസ പ്രമാണങ്ങളും. കഴിഞ്ഞ ദിവസവും ശബരിമലയിലെ തേങ്ങ ഉരുട്ടുന്നതുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായി, ശബരിമലയിലെ ഭസ്മക്കുളം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായി. ഈ വിവാദങ്ങളൊക്കെ തന്നെ സനാതനധർമ്മ വിശ്വാസികളുടെ ഭാഗമായി മാത്രം നടത്തുന്നൊരു കാര്യമാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. പണ്ട് പുരാതന കാലം മുതൽ തന്നെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളിൽ വ്യത്യാസം വരുത്തുമ്പോൾ അതിന് ദേവഹിതം നോക്കുക എന്നൊരു ചടങ്ങുണ്ട്. ഇന്ന് ദേവസ്വം ബോർഡ് അത്തരത്തിലുള്ള ദേവഹിതം നോക്കുകയൊന്നും ചെയ്യാതെ തന്നെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം വരുമാന വർധനവിന് വേണ്ടി ഏത് പരിഷ്കാരവും കൊണ്ടുവരാൻ തയ്യാറാണ് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ദേവസ്വം ബോർഡിൻ്റെ തീരുമാനങ്ങളിൽ കൂടി ഭക്തജനങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. തീർത്തും അപലപനീയമായ കാര്യമാണിത്. ഭക്തന്മാർക്ക് വീണ്ടും VIP ദർശനം നടത്താനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഗൂഢശ്രമത്തിൻ്റെ ഭാഗമാണ്. ദേവസ്വം ബോർഡിന് അനധികൃതമായി പൈസ സമ്പാദിക്കാനുള്ള മറ്റൊരു മാർഗവുമായി ഇത്തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളെ മാറ്റുന്നു. അത് തീർത്തും അപലപനീയമാണ്. ദേവസ്വം ബോർഡും ദേവസ്വം ബെഞ്ചും ഇക്കാര്യത്തിൽ അടിയന്തരമായ നടപടികൾ കൈക്കൊണ്ട് ഈ തീരുമാനം പിൻവലിക്കണമെന്ന് അപേക്ഷിച്ചു. പുതിയ ആചാരങ്ങൾ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം, പുതിയ അനുഷ്ഠാനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. കുഞ്ചൻ നമ്പ്യാരുടെ വരികളാണ് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം. ഈ ഒരു ലൈനാണ് ദേവസ്വം ബോർഡിന്റെ പുതിയ നയം വ്യക്തമാക്കുന്നത്.